നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണത്തിനുള്ള സ്ഥാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ടാണ് പണത്തിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ പോലും അറിയാതെ നമ്മളിന്ന് പണത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും എന്തായിരിക്കും അതിന് കാരണം? നമുക്കൊന്ന് നോക്കിയാലോ. ആളുകളെ അവരുടെ ആവശ്യങ്ങളെ നേടുവാനും ലക്ഷ്യങ്ങളെ നിറവേറ്റുവാനും സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പണം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ പണത്തിന് കഴിയും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പണം നിറവേറ്റുന്നു. നമ്മുടെയൊക്കെ അതിജീവനത്തിന് ആവശ്യമായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവ വാങ്ങാൻ പണമാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ ആവശ്യ വസ്തുക്കളൊക്കെ വഹിക്കാൻ മതിയായ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതത്വവും അതുപോലെ തന്നെ മനസമാധാനവും ലഭിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ജീവിത നിലവാരം പണം മെച്ചപ്പെടുത്തും. നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുവാനും സുരക്ഷിതമായ അയൽപ്പക്കങ്ങളിൽ താമസിക്കുവാനും നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുവാനുമൊക്കെ പണത്തിന് കഴിയും. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടുവാനൊക്കെ പണമാണ് നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കി. ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലെങ്കിൽ എങ്ങനെ നമ്മളെ കുടുംബത്തെ ഫേസ് ചെയ്യും? നമ്മളെ വേണ്ടപ്പെട്ടവരെ ഫേസ് ചെയ്യും? നമുക്കൊരു നല്ല വിനോദയാത്ര പോകണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരു സിനിമക്ക് പോകണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണം വേണം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ പണത്തിന് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിൽ എത്തിക്കുവാനും പണത്തിന് കഴിയും. നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടുവാൻ നമുക്ക് പണം അത്യാവശ്യമാണ്. നമ്മുടെ ലക്ഷ്യം വലുതാണെങ്കിൽ ഒരുപാട് പണം നമുക്ക് ആവശ്യമായി വരും. ഇനിയൊരു പ്രധാന കാര്യം പറയട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ പറയുന്നത് പണം നമുക്ക് സന്തോഷം നൽകില്ല എന്ന്. എന്നാൽ ആ പ്രസ്താവന തികച്ചും തെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയോ? ഇല്ല. എന്താണത്? നിങ്ങളുടെ മനസ്സമാധാനവും ഹാപ്പിനെസ്സൊക്കെ പോകും. പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ തല താഴ്ത്തി നിന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പണത്തിന് എത്രത്തോളം പവറുണ്ടെന്ന്. പണം എന്നത് വെറുമൊരു കടലാസ് കഷ്ണമല്ല. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ്. കയ്യിൽ വേണ്ടത്ര പണമില്ലാത്ത ഒരാളെ ഈ സമൂഹം ഒരിക്കലും വില നൽകില്ല, വേണ്ടത്ര പരിഗണിക്കില്ല. കാരണം ഇന്ന് നമ്മളെ പലരും വിലയിരുത്തുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ കാമുകിയോ കാമുകനോ ആയിക്കോട്ടെ, എല്ലാവരും നമ്മളെ വിലയിരുത്തുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വേണ്ടത്ര പണം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ വരെ നിങ്ങൾക്ക് നഷ്ടമായെന്ന് വരാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പണമാണ് എല്ലാം.